ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കാൻ പോകണം. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് അവൻ ഒരു ഡോക്ടർ ആകുന്നു, അല്ലെങ്കിൽ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകുന്നു, അവൾ ഒരു ടീച്ചർ ആകുന്നു എന്നൊക്കെ എങ്ങനെ പറയാൻ നോക്കാം. ഞാൻ വെച്ചിട്ട് പറയേണ്ടി വരും അല്ലേ? അവള്, അവന്, അവര്, ഞങ്ങള്, പിന്നെ ഒരാളെ പേര് ആലിയ, ഇതൊക്കെ വെച്ചിട്ട് പറയേണ്ടി വരും. അപ്പോൾ അതൊക്കെ എങ്ങനെ പറയാൻ നോക്കാം. ഞാൻ എക്സാമ്പിൾ എന്ത് ചെയ്യാണ്, ടീച്ചർ എന്നുള്ളത് എടുക്കുകയാണ്. അത് വെച്ചിട്ട് പറയുമ്പോൾ ഐ ആം എ ടീച്ചർ, ഞാൻ ഒരു ടീച്ചറാകുന്നു. ഈ ഐൻ്റെ കൂടെ ഞാൻ എന്താ ചേർത്ത്? ആം ആണ് ചേർത്ത്. ആം. ഐ ആം എ ടീച്ചർ. ക്ലിയർ ആണല്ലോ? ഞാൻ ഒരു ടീച്ചറാകുന്നു. അതിന് വേണ്ടി എന്ത് ചെയ്തെടുത്തു? നമ്മൾ ആഡ് എടുത്തിട്ടുണ്ട് അല്ലേ? ഐ ആം എ ടീച്ചർ. അടുത്ത് നോക്കാം. യു ആർ എ ടീച്ചർ. യു വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യുക? ആറാണ് ആഡ് ചെയ്യുക. ഓക്കെ, യു ആർ എ ടീച്ചർ എന്നാണ് പറയുക. യു ഈസ് എ ടീച്ചർ എന്ന് പറയൂല അല്ലേ? ഇപ്പം യു ആർ എ ടീച്ചർ, ഒരാളാണെങ്കിൽ യു ആർ എ ടീച്ചർ, നിങ്ങളൊരു ടീച്ചർ ആകുന്നു. യു ആർ ടീച്ചേഴ്സ്, നിങ്ങളെല്ലാവരും ടീച്ചേഴ്സ് ആകുന്നു. അപ്പോൾ ഒരുപാട് പേരുണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ടീച്ചറിൻ്റെ എൻഡിൽ എസ് എടുത്തു. യു ആർ ടീച്ചേഴ്സ്. കാരണം ഈ യു എന്നുള്ളത് ഒരാളെ പറ്റി പറയാനും പല ആളുകളെ കുറിച്ച് പറയാനും എന്ത് ചെയ്യും? നമ്മൾ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് യു ആർ ടീച്ചർ എന്നോ അല്ലെങ്കിൽ യു ആർ ടീച്ചേഴ്സ് എന്ന് ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അവനൊരു ടീച്ചറാകുന്നു എങ്ങനെ പറയാ? ഹി ഈസ് എ ടീച്ചർ. അപ്പം അവൻ എന്ന് വന്നപ്പോൾ നമ്മൾ എന്ത് എടുത്തു? ഈസ് ആഡ് എടുത്തു. ഇനി അവൾ എന്ന് വരുമ്പോൾ ഈസനെയാണ് അതെടുക്കുക. ഷീ ഈസ് എ ടീച്ചർ. ഡൗട്ടില്ലല്ലോ? അവനാണെങ്കിലും അവളാണെങ്കിലും ഇംഗ്ലീഷിൽ ടീച്ചർ എന്ന് തന്നെയാണ് പറയാം കേട്ടോ. മലയാളത്തിൽ മാഷ് ടീച്ചർ എന്ന് ചിലപ്പോൾ മാറ്റി പറയാറുണ്ട്, അതൊരു മിസ്റ്റേക്കാണ്. ഇംഗ്ലീഷിൽ എന്താണ്? അവനായാലും അവളായാലും രണ്ടും ടീച്ചർ എന്നുള്ള വാക്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഹി ഈസ് എ ടീച്ചർ, അവനൊരു അധ്യാപകൻ ആകുന്നു. ഷീ ഈസ് എ ടീച്ചർ, അവളൊരു അധ്യാപിക ആകുന്നു. ഇനി അടുത്ത് നോക്കാം. വി ആർ ടീച്ചേഴ്സ്. ഇപ്പം ഞാൻ എന്ത് ചെയ്തിട്ടില്ല? വി കൂടെ ഈസ് ഉപയോഗിച്ചിട്ടില്ല. ഈസ് കളഞ്ഞു അല്ലേ? ഈസിന് പകരം എന്ത് ചെയ്തു? ആറ് ഉപയോഗിച്ചു. കാരണം എന്താ? ഞങ്ങൾ ടീച്ചർമാരാകുന്നു അല്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് ആകുന്നു എന്നാണ് നമ്മൾ പറയണത്. അതുകൊണ്ട് എന്ത് ചെയ്തു? വി ആർ ടീച്ചേഴ്സ്. ഞങ്ങൾ ഒരു ടീച്ചറാകുന്നു നമ്മൾ പറയില്ലല്ലോ, ഞങ്ങൾ ടീച്ചേഴ്സ് ആകുന്നു അല്ലേ? വി ആർ ടീച്ചേഴ്സ്. ഓക്കെ, ഇനി ദേ ആർ ടീച്ചേഴ്സ്, അവര് ടീച്ചേഴ്സ് ആകുന്നു, അവര് അധ്യാപകർ ആകുന്നു. ഇനി ആലിയ എങ്ങനെ ടീച്ചർ എന്ന് പറയാ? ആലിയ ഈസ് എ ടീച്ചർ, ആലിയ ഒരാളാണ് അല്ലേ? അപ്പൊ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആകുന്നു അല്ലെങ്കിൽ ഞാനൊരു അധ്യാപകൻ ആകുന്നു. യു ആർ എ ടീച്ചർ, നിങ്ങളൊരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആകുന്നു. ഹി ഈസ് എ ടീച്ചർ, അവനൊരു അധ്യാപകനാകുന്നു. ഷീ ഈസ് എ ടീച്ചർ, അവൾ ഒരു അധ്യാപിക ആകുന്നു. വി ആർ ടീച്ചേഴ്സ്, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അധ്യാപകർ ആകുന്നു. ദേ ആർ ടീച്ചേഴ്സ്, അവര് അധ്യാപകർ ആകുന്നു. ആലിയ ഈസ് എ ടീച്ചർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് ഇംഗ്ലീഷിൽ മുന്നേറാം.